എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകാഗ്നി എന്നിൽ ചൊരിയണമേ. ഒരു പുത്തൻ അഭിഷേകം എനിക്ക് നൽകണമേ. ഒരു പുത്തൻ അഭിഷേകം എനിക്ക് നൽകണമേ. ഉയർപ്പിന്റെ ശക്തി എന്നിൽ ജ്വലിപ്പിക്കണമേ. ഉയർപ്പിന്റെ ശക്തി എന്നിൽ ജ്വലിപ്പിക്കണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. ഓ യേശുവേ, ഓ യേശുവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, യേശുവേ, അങ്ങ് അരുളി ചെയ്തല്ലോ, എന്റെ അടുത്ത് വരുവിൻ, എന്റെ അടുത്ത് വരുവിൻ, എന്റെ അടുത്തിരിക്കുവിൻ, എന്റെ അടുത്തിരിക്കുവിൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അടുത്തിരിക്കുവിൻ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാം എന്റെ ശാഖകളാണ്. എന്നോട് ചേർന്ന് നിൽക്കുവിൻ. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എല്ലാവരും ശബ്ദമുയർത്തി ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എനിക്ക് പുതുജീവൻ നൽകണമേ. എനിക്ക് പുതുജീവൻ നൽകണമേ. ആത്മാവേ, ആത്മാവേ, ദാഹത്തോടെ കൈയടിച്ച് പാടിക്കൊണ്ട് ഈശോയിൽ നിന്നുള്ള ശക്തി നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെ ജ്വലിപ്പിക്കുന്നു. ആത്മാവേ, കൈയടിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഈശോ നമ്മളിൽ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശക്തി നമ്മളിൽ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ,
എല്ലാവരും അതിരം തുറന്ന് ദാഹത്തോടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു പുത്തൻ അഭിഷേകം നൽകിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിച്ച് അഭിഷേകാഗ്നി നമ്മളിൽ കത്തിപ്പടരട്ടെ. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവിൻ്റെ ആത്മാവിൽ ലയിച്ചു ആബപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു ആബപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചൊരിയണമേ. അഭിഷേകം ചൊരിയണമേ. അഭിഷേകം ചൊരിയണമേ. അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധാത്മാവ് നമ്മളിൽ അഭിഷേകം ചൊരിയണമേ. അഭിഷേകം ചൊരിയണമേ. ഈശോയെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചൊരിയണമേ. 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 ഹല്ലേലൂയ 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 എല്ലാവരും ശബ്ദം ഉയർത്തി ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശാലബല ഹലബല ആത്മാവ് നൽകുന്ന ഭാഷണ വരമനുസരിച്ച് പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു, ആരെന്നിൽ വസിക്കുന്നുവോ എൻ്റെ വചനം ആരിൽ വസിക്കുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. എൻ്റെ വചനം മാംസമായി നമ്മോടൊപ്പം വസിച്ചു. ഇതാ ഇവിടെ ആ വചനം തന്നെയായ ഈശോയാണ്. ഈശോയുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈശോ എന്നെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകത്തിലും എല്ലാം എഴുതിയിട്ടുള്ളത് പൂർത്തിയാകാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും വചനം പൂർത്തിയാകാൻ ദാഹിച്ചുകൊണ്ടായിരുന്നു.
അങ്ങനെ അവസാനം കുരിശിൽ ആണിയടിക്കപ്പെട്ടപ്പോൾ സങ്കീർത്തനം 22 പറഞ്ഞിരിക്കുന്ന വചനം പൂർത്തിയാകുകയാണ്. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും എന്ന് ഈശോയ്ക്ക് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് തന്നെ സങ്കീർത്തകനിലൂടെ എഴുതിയ വചനം യേശുവിനെ കുറിച്ചായിരുന്നു. യേശയ്യായിൽ പറഞ്ഞു, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുക്കും. അവൻ കണ്ടിട്ടും കാണില്ല. ഇതെല്ലാം ഓരോ ദിവസവും യേശു പൂർത്തിയാക്കി. അവൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കില്ല. ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചാണ് 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അതും യേശു തന്നെ പൂർത്തിയാക്കിയെന്നുള്ളതാണ് രഹസ്യം. അങ്ങനെ ശരീരത്തിലെ രക്തം മുഴുവൻ ചോർന്ന് പാപത്തിന് പരിഹാരം ചെയ്ത യേശു അടക്കപ്പെട്ടു. ആ കബറിടത്തിൽ കിടക്കുമ്പോൾ യേശുവിന് പുതിയ രക്തം, പുതിയ ശരീരം, അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി ആ മർത്യ ശരീരം ഈ മണ്ണിൽ കുഴിയിൽ കിടക്കുമ്പോൾ ഈശോയിൽ തന്നെയുള്ള ദൈവികതയിലൂടെ, ഈശോയുടെ തന്നെ ദൈവിക ശക്തിയിലൂടെ മർത്യത അമർത്യമായി മാറുന്നു. പുതുരക്തം, പുതുജീവൻ. ഇതാണ് ഉയർപ്പിൻ്റെ അന്തസത്ത. ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് ഓരോ ക്രിസ്ത്യാനിയിലും തുടിക്കുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവിതമാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരെയും നിർഭാഗ്യവാന്മാരാണെന്നാണ്. ഈ ജീവിതത്തിനപ്പുറത്ത് പൂർണ്ണമായ സ്വർഗീയ അനന്ത ജീവനുണ്ട്. അതെവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-26 വചനങ്ങളിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. മത്തായി 16-ാം അധ്യായം 25 പറയുകയാണ്, നിങ്ങളുടെ ജീവനെ നിങ്ങൾ സ്വന്തം ജീവനെ ത്യജിക്കുന്നവൻ, രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ, സ്വജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അവൻ അത് കണ്ടെത്തും. ഓക്കെ, മനസ്സിലാവുന്നില്ല അത്. ഓക്കെ, വായിച്ചോളൂ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? എല്ലാവരും നേരിട്ട് പറഞ്ഞുകൊണ്ട്, ഒരുവൻ സ്വന്തം ജീവൻ നേടിയാലും
സ്വന്തം ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? സ്നേഹമുള്ളവരെ, എന്നോട് ക്ഷമിക്കണം. നമ്മൾ എന്തിനാണ് കൺവെൻഷനുകളിലും പള്ളികളിലെല്ലാം വരുന്നത്? ഈ ജീവിതത്തിന് വേണ്ടിയുള്ള നേട്ടങ്ങളെ നോക്കാതെ നിത്യജീവൻ്റെ നേട്ടങ്ങളിലേക്ക് നോക്കുക. നിത്യജീവൻ്റെ സ്രോതസ്സാണിവിടെ. അന്ന് ആ കഫർനാഹൂമിലെ സിനഗോഗിൽ നിന്ന് കുറേ പേർ പോയപ്പോൾ ഈശോ മറ്റുള്ളവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. അവർ പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാണ് കർത്താവേ? നിൻ്റെ കയ്യിലാണല്ലോ നിത്യജീവൻ്റെ വചസ്സുകൾ. ഈശോയെ, ഞങ്ങളിതാ അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ ചൈതന്യത്തിൽ നിറഞ്ഞുകൊണ്ട്, അങ്ങയുടെ ചൈതന്യത്തിൻ്റെ അഭിഷേകാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് കൂടുതൽ ശക്തരം, കൂടുതൽ വചന കേന്ദ്രീകൃതമായൊരു ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ഒരു ചെറിയ ചോദ്യം എൻ്റെ മനസ്സിൽ വരികയാണ്. 20-25 വർഷമായി നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നമ്മൾ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കിയ ഒരു വചനത്തെ ഒന്ന് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഈ വചനം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന സാധിക്കുമോ? ഒന്ന് ആത്മശോധന ചെയ്യുക. ഈശോ പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ 1-2 പൂർണ്ണമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇത് പൂർണ്ണമായും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോ പറഞ്ഞു, സഹോദരനോട് ക്ഷമിക്കുക. ഈശോ പറഞ്ഞു, മറ്റുള്ളവരെ വിധിക്കരുത്. നീ വിധിക്കുന്ന വിധിയിൽ നീ തന്നെ വീഴും. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വചനം നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെട്ട അനുഭവമാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവേ, ഞങ്ങൾക്കറിയുന്നില്ല. ഞങ്ങൾക്ക് വചനമനുസരിച്ച് ജീവിക്കാനോ വചനമനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല. ഈശോയെ, ഈശോയെ, പൗലോസ്ലീഹ പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. റോമർ 8:26 പറയുന്നത്, വേണ്ട വിധം പ്രാർത്ഥിക്കണം എന്നത് നമുക്കറിയില്ല. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് തന്നെ മധ്യസ്ഥം വഹിക്കുന്നു. വായിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിച്ച് എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്.
വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരുപാട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പല കാര്യങ്ങളും നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ ബലഹീനതകൾ, എങ്ങനെ പ്രാർത്ഥിച്ച് എത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരു മാറ്റമില്ല. എന്തുകൊണ്ടാണ്? വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, നമ്മൾ തന്നെ പ്രാർത്ഥിക്കണോ? ഏതാ നല്ലത്? ഏതാ നല്ലത്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കരം ഉയർത്തിയേ. എന്നിട്ടെല്ലാവരും ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ നിനക്കറിയാലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്തിനാണെന്നൊന്നും ചോദിക്കട്ടെ, അതൊക്കെ പരിശുദ്ധാത്മാവിനറിയാം. ഒന്നെല്ലാവരും സ്തുതിച്ച് ആത്മാവിൻ്റെ നിറവിൽ ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നില്ല. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നിത്യതയിലേക്ക് നയിക്കുന്നതിനായിട്ട്, പിതാവിൻ്റെ ഭവനത്തിലെത്തിക്കുന്നതിനായിട്ട്, ദൈവഹിതം പൂർണ്ണമായി സംഭവിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ശല്ല ഹാലബല. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ഈശോയിൽ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാർപ്പാപ്പയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ വൈദികരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ വിശ്വാസികളിലും വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരം തുറന്ന് ശബ്ദമുയർത്തി ഭാഷാപരത്തിൽ ലംബ 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 ലംബ. യേശുവേ, യേശുവേ, ആത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പുതിയ അഭിഷേകാഗ്നി നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ യേശുവേ, ലബ ലബ ലബ. ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അഭിഷേകാഗ്നി ഞങ്ങളിൽ കത്തിപ്പടരട്ടെ. ഭാഷാപരത്തിൽ അതിരം തുറന്ന് ദാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. പുതിയ വരദാനങ്ങൾ തുറക്കട്ടെ. ഭാഷാവരം, പ്രവചനവരം, ശുശ്രൂഷാവരം, വിശുദ്ധിയുടെ, വിവേകത്തിന്റെ, ജ്ഞാനത്തിന്റെ വചസ്സുകൾ, ദൈവിക ജ്ഞാനം ഒഴുകട്ടെ. ശല ഹല ബല ഹല ശല ബല ഹല ശല ബല ഹല ലബ 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 ലബ. ഓ യേശുവേ, 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 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പുത്തൻ അഭിഷേകം നൽകിക്കൊണ്ട്, ശുശ്രൂഷയിൽ പുതിയ ചൈതന്യം നൽകിക്കൊണ്ട്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ നിങ്ങളെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ വലിയ കാര്യങ്ങൾ ചെയ്യും. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി, വലിയ അഭിഷേകം നൽകുന്നതിന്, വലിയ വരദാനങ്ങൾ നൽകുന്നതിന് വിനയം, വിനയപ്പെട്ടുകൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട്, ശല്ലബാ ശല്ലബാ ശല്ലബാ. ഭാഷാവരത്തിൽ ശല്ലബാ ശല്ലബാ. പുതിയ ഭാഷാവരങ്ങൾ ഉണ്ടാകട്ടെ. നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ഹൃദയം ജ്വലിക്കട്ടെ. ആത്മാവിൻ്റെ അതിശക്തമായ
സ്നേഹമുള്ളവരെയും, ഇതൊരു വളർച്ചാ ധ്യാനമാണ്, പ്രാരംഭ ധ്യാനമല്ല. എന്നിരുന്നാലും ആരെങ്കിലും ഒരു ധ്യാനം കൂടാത്തവരുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കും. ഈ വളർച്ചാ ധ്യാനത്തിൽ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്കും ഉയരത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എളുപ്പം മനസ്സിലായിരുന്നവരില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സാധാരണ ധ്യാനങ്ങളിൽ അവസാനം അഭിഷേക പ്രാർത്ഥന നടത്താറുണ്ട്. എന്നാൽ വളർച്ചാ ധ്യാനത്തിന് ആരംഭത്തിൽ തന്നെ അഭിഷേക പ്രാർത്ഥനയും നടത്തും, അവസാനവും നടത്തും. അതുകൊണ്ടിപ്പോൾ നിങ്ങൾ മുഖാമുഖം 2 പേര് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. 2 പ്രാവശ്യം പ്രാർത്ഥിക്കും. നിങ്ങളൊപ്പം പ്രാർത്ഥിക്കരുത്. ഒരാൾ ഒരു സമയത്ത് പ്രാർത്ഥിക്കുക. 2 പേരും ഒപ്പം കൈവയ്ക്കണ്ട. ഒരാൾ അടുത്ത ആളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: പരിശുദ്ധാത്മാവേ, ഈ മകളിൽ ഈ മകനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം തുറക്കണമേ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ശല ഹലബല ഹലബല ഹലബല. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ശരഹമൻ വള്ളച്ചൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആത്മാവിനെ പ്രദാനം ചെയ്യുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സ്വന്തം ജീവൻ വെടിഞ്ഞുകൊണ്ട് അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച, കുരിശിൽ കിടന്നുകൊണ്ട് അയച്ച അതേ ആത്മശക്തിയും അതേ ജീവനും ഞങ്ങളെല്ലാവരും നിറയുവാൻ ഈ നിമിഷം ഇടയാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിനെ വസിക്കാൻ തടസ്സമുള്ള സകല തിന്മയുടെ ശക്തികളെയും അങ്ങയുടെ കുരിശിൽ ഒഴുക്കപ്പെട്ട ആ രക്തത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തിയാൽ സകലതും കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധീകരിക്കപ്പെട്ട ഈ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവായ ദൈവമേ വന്ന് വസിക്കണമേ, ജീവിക്കണമേ, ശക്തി പകരണമേ, ജ്ഞാനം പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇനി അടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശരല ഹരല ഹല 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 ഹലല ഹലല. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിൽ നീ ആത്മാവിന്റെ ശക്തി അയച്ചുകൊണ്ട് ഈശോയ്ക്ക് ജന്മം നൽകിയതുപോലെ ഞങ്ങളിൽ ഈശോയുടെ ജന്മം കൈക്കൊള്ളുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിനെ അയക്കണമേ, അയക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ദാസി എന്ന് പറയുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ നിൽക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ നിറവും ശക്തിയും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കുന്ന നിന്റെ പരമമായ കാരുണ്യത്തിന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ സമൂഹത്തിന്റെ മേൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ നിന്റെ ജ്ഞാനം പകരുന്ന, നിന്റെ ജീവൻ പകരുന്ന, നിത്യത പകരുന്ന നിന്റെ ആത്മശക്തി കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കണമേ, ആത്മാവിന്റെ ജീവൻ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശരല ഹല 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 ഹല. കർത്താവായ ദൈവമേ, ഈ മക്കളുടെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന
ഈ ദാസൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ നിറയണമേ. ഉൾക്കാഴ്ചകൾ നിറഞ്ഞ ചിന്തകളും ജ്ഞാനവും കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിയാൻ തക്ക വിധം ഈ ദാസനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണതയിൽ ഓരോ വചനവും പറയുമ്പോൾ കേൾക്കുന്ന മക്കളിൽ ആ വചനം ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുവാൻ തക്ക വിധം വചനം ആത്മാവായ ഓരോ മക്കളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവമേ നീ മകനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണമേ. എല്ലാവരും മുട്ടുകുത്തിക്കൊണ്ട് സ്ലീഹന്മാരിൽ ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പഠിക്കും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ നിത്യമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവ
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പാചകമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. കയ്യടിയാനൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമായി മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. Praise the Lord. Hallelujah.